നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹമുള്ളവരെ, വീണ്ടും നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം നമുക്കായി വെളിപ്പെടുത്തി നൽകിയ ആ വലിയ കരുണയെക്കുറിച്ചാണ് നാം ഈ നിമിഷങ്ങളിൽ അനുസ്മരിക്കുക. ഓരോ ദിവസവും ദൈവകരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ദൈവകരുണ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടതാണ്. അതിനുവേണ്ടി പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ അയക്കേണ്ട ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കപ്പെടുന്നതും നമ്മൾ കണ്ടു. പഴയ നിയമപുസ്തകത്തിൽ താൻ സ്നേഹിക്കുന്ന തൻ്റെ ജനതയ്ക്ക് വേണ്ടി 10 പ്രമാണങ്ങൾ നൽകുമ്പോൾ പിതാവായ ദൈവം നൽകിയ വാഗ്ദാനമാണ് തലമുറകൾ തോറും അവിടുന്ന് തൻ്റെ കരുണ വർഷിക്കുമെന്നുള്ളത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുക: എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. ദൈവം നമുക്ക് വേണ്ടി നൽകിയ വലിയൊരു വാഗ്ദാനമാണിത്. തൻ്റെ കരുണ ഞാൻ നിങ്ങളുടെ തലമുറകളിലേക്ക് വർഷിക്കും. എന്ത് ചെയ്യുമ്പോഴാണ്? എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമ്പോൾ. പ്രിയമുള്ളവരെ, അത് ദൈവം നൽകിയ വലിയൊരു വാഗ്ദാനമാണ്. ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ആ സ്നേഹിക്കുന്ന ദൈവത്തെ തിരിച്ചു സ്നേഹിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്, ബാധ്യസ്ഥനാണ്. നാം അവനെ സ്നേഹിക്കുകയും അവൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നൽകിയ ആ കൽപ്പനകൾ കൃത്യമായി പാലിക്കുകയും ചെയ്താൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകൾക്ക് പോലും അവിടുന്ന് കരുണ വർഷിക്കുന്നവരായി മാറും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ 2-ാം ചാക്രിക ലേഖനമായ കരുണാസമ്പന്നനായ ദൈവം എന്ന ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവസ്നേഹത്തിൽ വിശ്വസിക്കുക എന്നാൽ ദൈവകാരുണ്യത്തിൽ വിശ്വസിക്കുക എന്നാണ്. കാരണം ദൈവസ്നേഹത്തിൻ്റെ ഒഴിച്ചുകൂട്ടാത്ത വശമാണ് കാരുണ്യം. അത് സ്നേഹത്തിൻ്റെ 2ാമത്തെ പേരാണ്. അതോടൊപ്പം തന്നെ സ്നേഹം വെളിപ്പെടുത്തുന്ന മറ്റൊരു പദം കൂടിയാണ്, അല്ലെങ്കിൽ രീതിയാണത്. തൻ്റെ ചാക്രിക ലേഖനത്തിൽ വളരെ മനോഹരമായി ജോൺ പോൾ 2-ാം മാർപ്പാപ്പ എഴുതി വച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവസ്നേഹത്തിൽ വിശ്വസിക്കുവാൻ തുനിയുന്ന നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാണ് ദൈവകാരുണ്യം എന്ന പദം. കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവസ്നേഹത്തിൽ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവകാരുണ്യം അതിൻ്റെ കൂടെയുണ്ട്. കാരണം ദൈവസ്നേഹത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരു പദമാണ്, അല്ലെങ്കിൽ ഒരു വശമാണ് ദൈവകാരുണ്യം എന്നത്. ദൈവം സ്നേഹിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവം തന്നെ പകർന്നു നൽകുന്ന ഒന്നാണ് അവിടുത്തെ കാരുണ്യം. പലപ്പോഴും തെറ്റുകളിലേക്ക് വീണുപോയ ഇസ്രായേൽ ജനത, തെറ്റ് ചെയ്ത ഒരു കുട്ടി തൻ്റെ പിതാവിലേക്ക് തിരിയുന്നത് പോലെ പിതാവായ ദൈവത്തിലേക്ക് തിരിയുന്നത് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഒത്തിരിയേറെ തെറ്റുകൾ അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച രീതികൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. കാരണം അതുപോലെ ഒരു അവസ്ഥയിൽ നിന്നും തൻ്റെ ജനതയെ തിരികെ എത്തിച്ച ആ ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുകയും കൂടെ വേദനിപ്പിക്കുകയും ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും അവരോട് ക്ഷമിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുക. അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം അത് പ്രകടമാകുന്ന രീതി എന്താണ്? അവിടുത്തെ കാരുണ്യത്തിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്കും ദൈവസ്നേഹം കടന്നു വരുമ്പോൾ അത് പ്രകടമാക്കേണ്ട രീതി, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കേണ്ട രീതി എന്ന് പറയുന്നത് അത് ദൈവകാരുണ്യത്തിലൂടെയാണ്.
നമ്മൾ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവൃത്തികളും ആ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരെ വെളിപ്പെടുത്തുന്ന ഒന്നായി മാറണം. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികളും അതിനാൽ തന്നെ ദൈവസ്നേഹത്താൽ നിറഞ്ഞ ഒന്നായിരിക്കണം. അല്ലെങ്കിൽ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട ഒരു രീതിയിലായിരിക്കണം നമ്മുടെ കാരുണ്യ പ്രവൃത്തികളെല്ലാം. അത് സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് അത് അനുഭവിക്കുവാൻ സാധിക്കണം, അത് തിരിച്ചറിയുവാൻ സാധിക്കണം. അതുകൊണ്ട് പിറുപിറുപ്പ് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുക. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് എത്രയോ വലുതാണ്. തന്നെ സ്നേഹിക്കുന്ന ഓരോ ജനതയ്ക്കും അവിടുന്ന് അവിടുത്തെ സ്നേഹത്താൽ നിറച്ചു. അതോടൊപ്പം തന്നെ അവിടുത്തെ കാരുണ്യം അവരിലേക്ക് നിരന്തരം വർഷിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ നൽകുന്ന വാഗ്ദാനവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അതാണ്. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ 1000 തലമുറകൾ ഞാൻ എൻ്റെ കരുണ വർഷിക്കുമെന്ന്. പ്രിയമുള്ളവരെ, പക്ഷേ ഈ ഒരു വാഗ്ദാനം തെറ്റായ രീതിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് നാം ഏറ്റെടുത്തിട്ടുണ്ടോ? പലപ്പോഴും ദൈവം എന്നോട് കരുണ കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിൻ്റെ വഴികളിലേക്ക് നമ്മൾ വീണു പോയിട്ടുണ്ടോ? നിരന്തരം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? ഞാൻ എന്ത് ചെയ്താലും എന്നോട് ക്ഷമിക്കുന്നവനാണ് എൻ്റെ ദൈവം എന്ന ഒരു ചിന്ത നമ്മളെ തെറ്റായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നുണ്ടോ? എങ്കിൽ അത് തിരുത്താനുള്ളൊരു സമയം കൂടിയാണ് കർത്താവ് നമുക്കായിട്ട് നൽകുക. നമ്മുടെ തെറ്റുകൾ തിരുത്തി, കർത്താവേ, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ വീണ്ടും തെറ്റുകളിലേക്ക് പോയത് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വീണ്ടും ആ വലിയ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. ആ ഒരു സ്നേഹത്തിലേക്ക് തിരികെ വരുവാൻ സാധിച്ചാൽ നമുക്കും പറയുവാൻ സാധിക്കും, ദൈവസ്നേഹം എന്നിൽ നിറയപ്പെട്ടിരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വലിയ സ്നേഹം പ്രകടമായത് എവിടെയാണ്? കർത്താവിനെ, പുത്രനായ ദൈവത്തെ നമുക്ക് നൽകിയ ആ നിമിഷങ്ങൾ, അത് ദൈവ കരുണയുടെ വലിയ പ്രകടനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം താൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനത തന്നിൽ നിന്നും ഏറെ അകന്നു പോയിരിക്കുന്നു. അവരെ തനിക്ക് നേടാൻ പറ്റാത്ത വിധം ഒത്തിരിയേറെ പാപങ്ങളിലേക്കാണ് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ആ നല്ലവനായ പിതാവ് ആ ജനതയെ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. തൻ്റെ ഏകജാതനിലൂടെ തൻ്റെ മുഖം തന്നെയാണ് അവിടുന്ന് വെളിപ്പെടുത്തിയത്. അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഞാൻ ഇതുവരെയും പ്രവർത്തിച്ചത് എപ്രകാരമായിരുന്നു എന്നാണ് പറഞ്ഞു തന്നത്. യേശുനാഥൻ തൻ്റെ പുറകെ വരുന്ന ജനക്കൂട്ടത്തോട് സംസാരിച്ചപ്പോഴെല്ലാം ആ പിതാവിനെക്കുറിച്ചാണ് വാചാലനായത്. നമുക്ക് അവൻ പ്രാർത്ഥന പഠിപ്പിച്ച് നൽകിയപ്പോഴും സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുവാനാണ് അവൻ നമ്മളെ പഠിപ്പിച്ചത്. അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നിങ്ങൾ ആരുമില്ലാത്ത വ്യക്തികളല്ല, മറിച്ച് നിങ്ങൾക്കൊരു പിതാവുണ്ട്, അത് സ്വർഗസ്ഥനായ പിതാവാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. നിങ്ങൾ പാപം ചെയ്യുമ്പോൾ, തിന്മകൾ ചെയ്യുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നതും ആ ഒരു സ്ഥാനമാണ്. ഞാൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനാണ്, മകളാണ് എന്ന അഭിമാനത്തോടെ പറയുവാൻ സാധിക്കുന്ന ഓരോ വ്യക്തികളും ഒരിക്കലും പാപത്തിലേക്ക് പിന്നീട് പോകില്ല. കാരണം പാപം ചെയ്യുമ്പോൾ എനിക്ക് നഷ്ടമാകുക ആ ഒരു സ്ഥാനമാണ്. അത് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പറ്റാത്തൊരു സ്ഥാനമാണ്. പ്രിയമുള്ളവരെ, വില കൊടുത്താൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാനമല്ല അത്, മറിച്ച് ദൈവം അവിടുത്തെ അനന്തമായ കരുണയാൽ നമുക്ക് നൽകിയ ഒന്നാണ് ആ സ്ഥാനം. ആ സ്ഥാനം ഒരു നിരുത്സാഹത്തോടു കൂടെ സ്വീകരിക്കാനുള്ളതല്ല, മറിച്ച് ഉത്സാഹത്തോടെ തീഷ്ണതയോടെ ഏറ്റെടുക്കാനുള്ളതാണ്. അത് നമ്മൾ വെറുതെ ഏറ്റെടുത്താൽ മാത്രം പോരാ, ആ മകന് ചേർന്ന, ആ മകൾക്ക് ചേർന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയും വേണം. നമ്മുടെ പ്രവർത്തനങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ മുഖം വെളിപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറണം. അതുകൊണ്ട് തന്നെയാണ് പുത്രനായ ദൈവം പലപ്പോഴും തൻ്റെ ശിഷ്യന്മാരോടും തന്നെ അനുഗമിച്ച ജനത്തോടും പറഞ്ഞത്, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നുവെന്ന്, എന്നെ അറിയുന്നവൻ എൻ്റെ പിതാവിനെ അറിയുന്നുവെന്ന്. ഇതെല്ലാം അവൻ എന്തുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്? കാരണം പിതാവായ ദൈവം തന്നെയാണ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത്.
നമ്മളെ ഓരോരുത്തരെയും ഏറെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നാം എത്രമാത്രം തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത്. കാൽവരി മലയിൽ തൻ്റെ ഏകജാതനെ അവൻ ബലിയർപ്പിച്ചപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോയത് ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. പഴയ നിയമത്തിലുള്ള ജനങ്ങൾക്ക് ഒരുപക്ഷെ ആ കടന്നു വന്ന രക്ഷകനെ തിരിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ പുതിയ നിയമത്തിലെ മക്കളായ നാം ഓരോരുത്തരും നിരന്തരം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവവചനത്തിലൂടെ എല്ലാം തിരിച്ചറിയുന്നത് ആ ദൈവത്തെയാണ്. എന്നിട്ടും വീണ്ടും വീണ്ടും ആ ദൈവത്തെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ തേടിപ്പോകുന്ന സുഖം ഭൗതികമായ സുഖമാണോ? പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം നമ്മളെ വലിയൊരു വെളിപ്പെടുത്തലിലേക്ക് നയിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഒരവസരമാണ് നോമ്പുകാലം. കാരണം ഒത്തിരിയേറെ ത്യാഗപ്രവർത്തികളിലൂടെ, ഉപവാസവും പ്രാർത്ഥനയിലൂടെ നമ്മളെ തന്നെ സ്ഫുടമാക്കിയെടുക്കുവാനുള്ളൊരവസരമാണ് നോമ്പുകാലം നൽകുക. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചൈതന്യം വീണ്ടെടുക്കുവാൻ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ പ്രസാദവരത്തിലേക്ക് തിരികെ കടന്നു വരുവാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു കാലമാണ് നോമ്പുകാലം. അത് വെറുതെ കളയുവാനുള്ളൊരു സമയമല്ല, മറിച്ച് നമ്മളെ തന്നെ പൂർണ്ണമായി വിലയിരുത്തുവാനുള്ള ഒരു സമയമാണ്. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വസ്തരായിരിക്കുവാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ദൈവത്തെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. അവിടുത്തെ കൽപ്പനകൾ കൃത്യമായി ഞാൻ പാലിക്കും. അവിടുന്ന് പകർന്നു നൽകിയ ആ സ്നേഹം എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഞാൻ പകർന്നു കൊടുക്കും എന്ന് പറയുവാൻ നമുക്കൊരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ദൈവ സ്നേഹത്തിൽ വിശ്വസിക്കുക എന്നാൽ ദൈവകാരുണ്യത്തിൽ വിശ്വസിക്കുക എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒന്നായിരിക്കണം. ആ പ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തോടൊപ്പം മറ്റുള്ളവർക്ക് അത് പ്രകടമാക്കേണ്ടത് ദൈവകാരുണ്യത്തിലൂടെയാണ്. നമ്മുടെ കാരുണ്യ പ്രവൃത്തികളെല്ലാം ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട ഒന്നായി മാറട്ടെ. ഒരു തരത്തിലും പിറുപിറുപ്പോടെ അല്ലെങ്കിൽ പാതി മനസ്സോടെ നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാതിരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികളിലും അത് സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ദൈവസ്നേഹം അനുഭവിക്കുവാനുള്ള ഒരു അവസരം തുറന്നു കൊടുക്കട്ടെ. നമുക്ക് ഇന്ന് ഈ ദൈവകരുണയുടെ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ, കൃപയുടെ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ കർത്താവേ, ആ ഒരു കൃപ നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്പോഴും അവിടുത്തെ വലിയ കരുണ അയച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും അത് സ്വീകരിക്കുവാൻ വേണ്ട യോഗ്യത നമുക്കില്ലെങ്കിലും അവിടുത്തെ അനന്തമായ കരുണ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരിക്കൽ പോലും നമ്മളെ ഉപേക്ഷിക്കുവാൻ മനസ്സ് കാണിക്കാത്തവനാണ് നമ്മുടെ ദൈവം. ഏതെല്ലാം പാപങ്ങൾ ചെയ്ത് അകന്നു പോയാലും അനുദപിച്ച് തിരിച്ചു വരുന്ന ആ നിമിഷം തന്നെ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നവനാണ് ആ ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ സ്നേഹം നമ്മുടെ കാരുണ്യ പ്രവൃത്തികളിലൂടെ പ്രകടമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ആ ഒരു കൃപ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
പരിശുദ്ധ പരമമാ